ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ നൊയമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗമാണ്. പ്രിയരെ, വളരെ വ്യത്യസ്തമായ ഈ സുവിശേഷ ഭാഗങ്ങൾ നീതിരഹിതനായ കാര്യസ്ഥനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു. ആരാണ് നീതിരഹിതൻ? ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ. എന്നാലും യജമാനൻ അവനെ പ്രശംസിക്കുന്നു. കാരണം അവൻ കാര്യനിർവഹണ നിപുണത ഇല്ലാത്തവനായിരുന്നിട്ടും കൗശല ബുദ്ധിയോട് കൂടി പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രീതി കാരണഭൂതനായി എന്നത് തന്നെ. നിത്യജീവൻ ലക്ഷ്യമാക്കി നീതിയോടെ പ്രവർത്തിക്കേണ്ട വെളിച്ചത്തിൻ്റെ മക്കൾ ആ കാര്യസ്ഥൻ ചെയ്തതുപോലെ നന്മപ്രവർത്തികളെ ചെയ്യുവാൻ വിവേകബുദ്ധി ഉള്ളവർ ആകണം എന്ന് യജമാനൻ അഥവാ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയരെ, നാം ആയിരിക്കുന്ന അവസ്ഥയും ആയിരിക്കേണ്ട അവസ്ഥയും മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കാര്യനിർവഹണങ്ങൾ അലസത കൂടാതെ വിശ്വസ്തയോടെ ജനപ്രീതി നേടിയെടുക്കുന്നതിനേക്കാൾ ദൈവപ്രീതി നേടണം എന്ന ലക്ഷ്യത്തോടെ സൽപ്രവർത്തികൾ ചെയ്ത് അനേക കാര്യങ്ങളിൽ വിശ്വസ്തരാകാൻ തക്കവിധം ജീവിക്കുവാൻ ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.